10ാം ക്ലാസ്സിലെ IT പാഠപുസ്തകത്തിൽ ലോകം കൈക്കുമ്പിളിൽ എന്ന അധ്യായത്തിലെ ഒരു ഭാഗം സ്റ്റെല്ലേറിയം സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് ആകാശ നിരീക്ഷണം സാധ്യമാക്കുന്നത് എങ്ങനെ എന്ന് വിശദീകരിക്കുന്നു. ഈ ഭാഗത്തിലെ ഒരു പ്രവർത്തനം ധ്രുവ പ്രദേശങ്ങളിലെ ദിനരാത്രങ്ങളെക്കുറിച്ചുള്ളതാണ്. നീളുന്ന പകൽ എന്ന ഈ പ്രവർത്തനമാണ് ഇവിടെ വിശദീകരിക്കപ്പെടുന്നത്. ആപ്ലിക്കേഷൻ സയൻസ് മെനു ക്ലിക്ക് ചെയ്തുകൊണ്ട് സ്റ്റെല്ലേറിയം സോഫ്റ്റ്വെയർ തുറക്കാം. സോഫ്റ്റ്വെയറിൽ ഇടതേ ഭാഗത്തായി കാണുന്ന ടൂൾ ബാർ സ്റ്റാറ്റസ് ബാർ എന്നും ചുവടെയായി കാണുന്നത് ടൂൾ ബാർ ആണെന്ന് അനുമാനിക്കാം. ഈ ബാറുകളിലെ ടൂളുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് നാം സോഫ്റ്റ്വെയർ പ്രവർത്തിപ്പിക്കുക. ധ്രുവ പ്രദേശത്തിലെ ആകാശ നിരീക്ഷണം സാധ്യമാകണമെങ്കിൽ നിരീക്ഷണ സ്ഥലം ധ്രുവ പ്രദേശമായി ക്രമീകരിക്കപ്പെടേണ്ടതുണ്ട്. ഇതിനായി സ്റ്റാറ്റസ് ടൂൾ ബാറിലെ നക്ഷത്ര അടയാളമുള്ള ഐക്കൺ ക്ലിക്ക് ചെയ്താൽ മതിയാകും. ഇപ്പോൾ സ്ക്രീനിൽ പ്രദർശിപ്പിക്കപ്പെടുന്നത് ലൊക്കേഷൻ ജാലകമാണ്. ജാലകത്തിലെ ഭൂപടത്തിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിരീക്ഷണ സ്ഥലം ക്രമീകരിക്കാനാകും. ഭൂപടത്തിൽ മുകൾ ഭാഗത്തായി കാണുന്നത് ഉത്തരധ്രുവമാണ്. ചുവടെയായി മഞ്ഞുമൂടിയ അവസ്ഥയിൽ കാണപ്പെടുന്നത് ദക്ഷിണ ധ്രുവവും. മൗസ് പോയിന്റർ ഉത്തരധ്രുവത്തിലേക്ക് എത്തിച്ചുകൊണ്ട് അവിടെ ക്ലിക്ക് ചെയ്യുക വഴി നിരീക്ഷണ സ്ഥലം ഉത്തരധ്രുവമായി ക്രമീകരിക്കാവുന്നതാണ്. ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത് പോലെ ഉത്തരധ്രുവത്തിൽ രാത്രി സമയമാണ്. പകൽ സമയത്തിലേക്ക് എത്തുന്നതിനായി സ്റ്റാറ്റസ് ടൂൾ ബാറിലെ ക്ലോക്ക് അടയാളമുള്ള ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. ഡേറ്റ് ടൈം ജാലകം ദൃശ്യമാകും. 2012 6ാം മാസത്തിലേക്ക് സമയം ക്രമപ്പെടുത്തുകയാണ്. അതോടൊപ്പം ദിവസവും ക്രമീകരിക്കാനാകും. ദിവസത്തെ സൂചിപ്പിക്കുന്ന ബോക്സിൽ ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ദിവസവും ക്രമപ്പെടുത്താനാകും. ഇപ്പോൾ സമയം ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നത് 2012 6ാം മാസം 15ാം തീയതി എന്ന ക്രമത്തിലാണ്. ഈ സമയം ചുവടെ ടൂൾ ബാറിലും നമുക്ക് കാണാവുന്നതാണ്. 2012 6ാം മാസം 15ാം തീയതി. സൂര്യൻ ഇപ്പോൾ സ്ക്രീനിൽ ദൃശ്യമല്ല. സൂര്യനിലേക്ക് എത്തുന്നതിനായി ആരോ കീകൾ ഉപയോഗിച്ചുകൊണ്ട് നിരീക്ഷണ വ്യൂ മാറ്റുകയോ അല്ലെങ്കിൽ തിരച്ചിൽ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് സെർച്ച് വിൻഡോ ഉപയോഗിച്ച് സൺ എന്ന വിൻഡോയിൽ ടൈപ്പ് ചെയ്ത് സൂര്യനെ കണ്ടെത്തുകയോ ആവും. ഇപ്പോൾ സൂര്യൻ സ്ക്രീനിന്റെ മധ്യഭാഗത്തായിട്ടുണ്ട്. ഇത് എല്ലാ സമയത്തും സ്ക്രീനിന്റെ മധ്യഭാഗത്തായി സൂര്യനെ ക്രമീകരിക്കുന്നതിനായിട്ട് ചുവടെയുള്ള ടൂൾ ബാറിലെ സെന്റർ ഓൺ സിലക്ടഡ് ഒബ്ജക്ട് എന്ന ടൂൾ ക്ലിക്ക് ചെയ്താൽ മതിയാകും. നിരീക്ഷണ സ്ഥലം ഉത്തരധ്രുവവും നിരീക്ഷണ സമയം 2012 6ാം മാസം 15ാം തീയതിയുമാണെന്ന് നമുക്ക് മനസ്സിലായി. ധ്രുവപ്രദേശങ്ങളിലെ ദിനവും രാത്രിയും 6 മാസം വീതം നീളുന്നതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. 6 മാസം സോഫ്റ്റ്വെയർ നിരീക്ഷണ വിധേയമാക്കുക വഴിയാണ് രാത്രിയിൽ നിന്ന് പകലിലേക്ക് നമുക്ക് എത്താൻ കഴിയുക. അത്ര അധിക സമയം സോഫ്റ്റ്വെയറുമായി ബന്ധപ്പെട്ട് ചിലവഴിക്കാനാകില്ല നമുക്ക്. അതുകൊണ്ട് തന്നെ സമയനിരക്ക് വർദ്ധിപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ പ്രവർത്തനം നിരീക്ഷിക്കാവുന്നതാണ്. ലോഗൌട്ട് ബട്ടണിലെ ടൂൾ ബാറിലെ ലോഗൌട്ട് ബട്ടൺ സമീപമുള്ള സമയനിരക്ക് വർദ്ധിപ്പിക്കുന്ന ടൂൾ ക്ലിക്ക് ചെയ്താൽ നമുക്ക് സമയനിരക്ക് വർദ്ധിപ്പിക്കാം. ഇപ്പോൾ സമയം മാറുന്നത് ടൂൾ ബാറിൽ കാണാവുന്നതാണ്. 1 മണിക്കൂർ വീതം ഇപ്പോ 1 സെക്കൻഡിൽ ചേഞ്ച് ആവുന്നുണ്ട്. അതനുസരിച്ച് ചലിക്കുന്നുമുണ്ട്. 12 മണിക്കൂർ നീളുന്ന പകൽ നമ്മുടെ പ്രദേശത്ത് ആയിരിക്കുന്ന അവസ്ഥയിൽ സൂര്യൻ പ്രഭാതത്തിൽ കിഴക്കും പ്രദോഷത്തിൽ പടിഞ്ഞാറുമാണ് കാണപ്പെടുക. എന്നാൽ 6 മാസം നീളുന്ന പകലുള്ള ധ്രുവപ്രദേശങ്ങളിൽ സൂര്യന്റെ സഞ്ചാരം
എങ്ങനെയാണ് എന്ന് നമുക്കിവിടെ കാണാവുന്നതാണ്. ഭൂമിക്ക് മുകളിൽ വൃത്താകൃതിയിൽ സൂര്യൻ സഞ്ചരിക്കുന്നതായാണ് സോഫ്റ്റ്വെയറിൽ ഇപ്പോൾ ദൃശ്യമാകുന്നത്. ഒപ്പം തന്നെ ചുവടെ ടൂൾ ബാറിൽ സമയം ക്രമീകരിക്കപ്പെടുന്നതും കാണാം. ഇപ്പോൾ 2012 6-ാം മാസം 17-ാം തീയതി ആയിരിക്കുന്നു. ഇപ്പോഴും രാത്രി ആയിട്ടില്ല, പകൽ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. നമുക്ക് സൂര്യനെയും ഒപ്പം ചന്ദ്രനെയും ദർശിക്കാവുന്നതാണ് ഈ സമയത്ത് സോഫ്റ്റ്വെയറിൽ. നഗ്നനേത്രങ്ങൾ കൊണ്ട് ചന്ദ്രനെ ദർശിക്കാനാവില്ല. സൂര്യൻ വൃത്താകൃതിയിൽ ഭൂമിക്ക് ചുറ്റും സഞ്ചരിക്കുന്ന കാഴ്ചയാണ് നമുക്കിപ്പോ കാണാൻ കഴിയുക. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? നമുക്കറിയാം, സാങ്കല്പിക അച്ചുതണ്ടിൽ നിന്ന് ഭൂമി 23 ഡിഗ്രിയാണ് നിലകൊള്ളുന്നത്. ഈ ചരിവുകൾ ഭൂമിയുടെ ഒരു ഭാഗം സൂര്യനിലേക്ക് ചാഞ്ഞു നിൽക്കുകയും മറ്റേ ഭാഗം അല്ലെങ്കിൽ മറുഭാഗം സൂര്യനിൽ നിന്ന് അകന്നു നിൽക്കുകയും ചെയ്യുന്നു. സൂര്യനെ ചുറ്റുന്ന ഭൂമിയുടെ പരിക്രമണ പഥം 365 ദിവസങ്ങൾ കൊണ്ടാണ് അവസാനിക്കുക. കൃത്യമായി പറഞ്ഞാൽ 365 ദിവസങ്ങൾ കൊണ്ടാണ് അവസാനിക്കുക. അങ്ങനെയാണെങ്കിൽ 6 മാസക്കാലം പരിക്രമണ പഥത്തിലെ ഭൂമിയുടെ സഞ്ചാരത്തിൽ ഭൂമിയുടെ ഒരു ഭാഗം, ഭൂമിയുടെ മുകൾ ഭാഗം അഥവാ ഉത്തരാർദ്ധ ഭാഗം അല്ലെങ്കിൽ ഉത്തര ധ്രുവം സൂര്യനിലേക്ക് ചാഞ്ഞു നിൽക്കുന്നു. അതുകൊണ്ട് ഈ ഭാഗം സൂര്യരശ്മികൾ എപ്പോഴും പതിച്ചുകൊണ്ടിരിക്കുകയും ഇവിടെ പകലായി കാണുകയും ചെയ്യുന്നു. എന്നാൽ 6 മാസത്തെ പരിക്രമണം പൂർത്തിയാക്കി കഴിയുമ്പോൾ സൂര്യനിലേക്ക് ചാഞ്ഞു നിന്ന ഉത്തര ധ്രുവം സൂര്യനിൽ നിന്ന് അകലുകയും ദക്ഷിണ ധ്രുവം സൂര്യനിലേക്ക് അടുക്കുകയും ചെയ്യുന്നു. അപ്പോൾ ദക്ഷിണ ധ്രുവത്തിൽ പകൽ ആരംഭിക്കുകയും ഉത്തര ധ്രുവത്തിൽ ഇരുട്ട് വീഴുകയും ചെയ്യുന്നു. വളരെ രസാവഹവും അത്ഭുതപൂർവവുമായ ഈ ആകാശ പ്രതിഭാസമാണ് സോഫ്റ്റ്വെയറിലൂടെ നാം നിരീക്ഷണ വിധേയമാക്കുന്നത്. ഇപ്പോൾ നമ്മൾ ചുവടെ കാണുന്ന ടൂൾ ബാർ പരിശോധിച്ചാൽ അവിടെ നമുക്ക് 2012 7-ാം മാസം രേഖപ്പെടുത്തിയിരിക്കുന്നത് കാണാം. സമയക്രമം നമുക്ക് ഇനിയും വർദ്ധിപ്പിക്കാൻ കഴിയും. ഓരോ ക്ലിക്ക് ഇൻക്രീസ് ടൈം സ്പീഡ് എന്ന ഐക്കണിൽ ക്ലിക്ക് ചെയ്യുമ്പോഴും സമയക്രമം വർദ്ധിച്ചുകൊണ്ടേയിരിക്കും, സമയനിരക്ക് വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. മറ്റൊരു കാര്യം നമുക്ക് നിരീക്ഷിക്കാവുന്നത്, നമ്മൾ 6-ാം മാസത്തിൽ സൂര്യനെ നിരീക്ഷിക്കുമ്പോൾ സൂര്യന്റെ സ്ഥാനം ഭൂമിയിൽ നിന്ന് കുറച്ചുകൂടി അകലെയായിട്ടാണ് കാണപ്പെടുന്നത്. എന്നാൽ ദിവസങ്ങൾ അഥവാ മാസങ്ങൾ കഴിഞ്ഞു പോകുന്തോറും സൂര്യന്റെ സ്ഥാനം ഭൂമിയിലേക്ക് അടുക്കുന്നതായി നമുക്ക് കാണാം. അപ്പോഴും സൂര്യന്റെ ചലനം ദൃശ്യമാകുന്നത് ഭൂമിക്ക് ചുറ്റും വൃത്താകൃതിയിൽ തന്നെയാണ്. ഇപ്പോ 2012 9-ാം മാസമായിരിക്കുന്നു. ഇപ്പോഴും ഉത്തര ധ്രുവത്തിൽ പകൽ സമയം തന്നെയാണ് ദൃശ്യമാകുന്നത്. എന്നാൽ ഇപ്പോൾ നമുക്ക് കാണാവുന്ന ഒരു കാഴ്ച, ഇടയ്ക്കൊക്കെ സൂര്യൻ ചക്രവാളത്തിനുള്ളിലേക്ക് മറയുകയും സന്ധ്യയാകുന്ന പ്രതീതി ഉണ്ടാക്കുകയും എന്നാൽ തൊട്ടടുത്ത മണിക്കൂറുകളിൽ വീണ്ടും ഒരല്പം ഉയർന്നു വരികയും ചെയ്യുന്ന ഒരു കാഴ്ചയാണ്. വളരെ കൗതുകമുണ്ടാക്കുന്ന ആ കാഴ്ചയാണ് നമ്മളിപ്പോ സോഫ്റ്റ്വെയറിലൂടെ കാണുന്നത്. നഗ്നനേത്രങ്ങൾ കൊണ്ട് ഈ പ്രതിഭാസം ദർശിക്കുന്നതിനായിട്ട് നമുക്ക് മാസങ്ങളോളം ഉത്തര ധ്രുവത്തിൽ ചിലവഴിക്കേണ്ടതായിട്ട് വരും. ഇപ്പോ സന്ധ്യ സമയമാണ് ഉത്തര ധ്രുവത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. നിശ്ചിത ഇടവേളയ്ക്ക് ശേഷം വീണ്ടും സൂര്യൻ ആകാശത്തേക്ക് ഉയരുന്നതും അവിടെ പ്രകാശം ഉണ്ടാവുകയും ചെയ്യുന്ന ആ ഒരു പ്രക്രിയയാണ്. ഏകദേശം 5 മാസങ്ങൾ കടന്നുപോയിട്ടുണ്ട്. ഇപ്പോ സന്ധ്യാസമയമാണ്. ആ സമയത്ത് നമുക്ക് ഇപ്പോ രാത്രിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നതായി നമുക്ക് കാണാനായി സാധിക്കും. ഈ ഒരു പ്രതിഭാസമാണ് സ്റ്റെല്ലേറിയം സോഫ്റ്റ്വെയർ നമുക്ക് വിശദീകരിക്കുന്നത്. താങ്ക് യു.